ഒരു യോഗിയുടെ ആത്മകഥ രചിച്ച ശ്രീ പരമഹംസ യോഗാനന്ദ 1935 സബർമതി ആശ്രമം സന്ദർശിച്ചിരുന്നു. അതിനെപ്പറ്റി അദ്ദേഹം അതിൻ്റെ ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാന്ധി പത്നിയായ കസ്തൂർബായെക്കുറിച്ച് വളരെ ആദരവോടുകൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗവും തനിക്കും തങ്ങളുടെ കുട്ടികൾക്കും വേണ്ടി ഗാന്ധിജി മാറ്റിവെക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ മഹാത്മജിയുടെ ശ്രദ്ധേയയായ പത്നി കസ്തൂർബായി എതിർത്തില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹിതരായ ഗാന്ധിജിയും പത്നിയും 4 ആൺമക്കളുടെ ജനനത്തിനു ശേഷം ബ്രഹ്മചര്യവ്രതത്തിൻ്റെ പ്രതിജ്ഞയെടുത്തു. അവരൊരുമിച്ചുള്ള വികാരോത്കടമായ ജീവിത നാടകത്തിലെ പ്രശാന്ത നായികയായിരുന്നു കസ്തൂർബായി. തൻ്റെ ഭർത്താവിനെ കാരാഗൃഹത്തിലേക്ക് അനുഗമിക്കുകയും അദ്ദേഹത്തിൻ്റെ 3 ആഴ്ചത്തെ നിരാഹാര സമരത്തിൽ പങ്കുകൊള്ളുകയും അദ്ദേഹത്തിൻ്റെ അവസാനമില്ലാത്ത ഉത്തരവാദിത്വങ്ങളിൽ തൻ്റെ പങ്ക് പൂർണ്ണമായി നിർവഹിക്കുകയും അവർ ചെയ്തു. അവർ ഗാന്ധിജിക്ക് ഭക്ത്യാദരങ്ങൾ ഇങ്ങനെ അർപ്പിച്ചു. അങ്ങയുടെ ജീവിത സഖിയും സഹധർമ്മിണിയും ആയിരിക്കുവാനുള്ള സൗഭാഗ്യം എനിക്ക് തന്നതിൽ അങ്ങയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ലൈംഗിക ബന്ധത്തിൽ അല്ലാതെ ബ്രഹ്മചര്യത്തിൽ അധിഷ്ഠിതമായ ലോകത്തെ ഏറ്റവും ഉത്തമമായ വിവാഹത്തിന് ഞാൻ അങ്ങയോട് കൃതജ്ഞയാണ്. ഭാരതത്തിനു വേണ്ടി സമർപ്പിച്ച ജീവിതത്തിൽ അങ്ങേക്ക് തുല്യയായി എന്നെ കണക്കാക്കിയതിൽ എനിക്ക് നന്ദിയുണ്ട്. ഒരു കൊച്ചുകുട്ടിക്ക് തൻ്റെ ബാല്യത്തിലെ കളിപ്പാട്ടങ്ങളോട് വേഗത്തിൽ മടുപ്പ് വരുന്നത് പോലെ തങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും മടുത്ത് ചൂതാട്ടങ്ങളിലും കുതിരപ്പന്തയത്തിലും സ്ത്രീകളിലും മദ്യത്തിലും പാട്ടിലും സമയം ചെലവഴിക്കുന്ന ഭർത്താക്കന്മാരിൽ ഒരാളാകാത്തതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ അധ്വാനം ചൂഷണം ചെയ്ത് സ്വയം ധനികരാകാൻ തങ്ങളുടെ സമയം നീക്കിവെക്കുന്ന ഭർത്താക്കന്മാരിൽ ഒരാളല്ല അങ്ങ് എന്നതിൽ ഞാൻ എത്ര കൃതജ്ഞയാണ്. അങ്ങ് ഈശ്വരനെയും മാതൃഭൂമിയെയും കൈക്കൂലിക്ക് ഉപരിയായി വെച്ചതിലും സ്വന്തം വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്ന് ഈശ്വരനിൽ പരിപൂർണവും നിർവിവാദവുമായ വിശ്വാസം പുലർത്തിയതിലും ഞാൻ എത്ര ധന്യയാണ്. എന്നേക്കാൾ ഈശ്വരനും മാതൃഭൂമിക്കും മുൻതൂക്കം നൽകിയ ഒരു ഭർത്താവിനെ ലഭിച്ചതിൽ ഞാൻ എത്ര ഭാഗ്യവതിയാണ്. എന്നോടും എൻ്റെ ചെറുപ്പകാലത്തെ പോരായ്മകളോടും അങ്ങു കാട്ടിയ സഹിഷ്ണുതയ്ക്ക് ഞാൻ കടപ്പെട്ടവളാണ്. നമ്മുടെ ജീവിതശൈലിക്ക് വലിയ നിലവാരത്തിൽ നിന്ന് എളിയ നിലയിലേക്ക് അങ്ങ് മാറ്റം വരുത്തിയപ്പോൾ യുവത്വം കൊണ്ട് ഞാൻ പിറുപിറുക്കുകയും എതിർക്കുകയും ചെയ്തത് അങ്ങ് ക്ഷമിച്ചു. ഒരു കൊച്ചുകുട്ടിയെന്ന നിലയിൽ അങ്ങയുടെ മാതാപിതാക്കളുടെ വീട്ടിൽ ഞാൻ താമസിച്ചു. അങ്ങയുടെ അമ്മ സദ്ഗുണസമ്പന്നയായ ഒരു മഹതിയായിരുന്നു. ധീരയും സാഹസികയുമായ ഒരു ഭാര്യ ആയിരിക്കുവാനും എൻ്റെ ഭാവി ഭർത്താവായ അവരുടെ മകനോട് സ്നേഹാദരങ്ങൾ വെച്ചു പുലർത്തുവാനും അവർ എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു. കൊല്ലങ്ങൾ കടന്നുപോയപ്പോൾ അങ്ങ് ഭാരതത്തിലെ ഏറ്റവും പ്രിയങ്കരനായ നേതാവായി. മറ്റു രാജ്യങ്ങളിൽ മിക്കപ്പോഴും സംഭവിക്കുന്നത് പോലെ വിജയത്തിൻ്റെ പടവുകൾ കയറിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയെ തള്ളിക്കളയുന്ന ഒരു ഭർത്താവായി അങ്ങ് തീർന്നേക്കുമെന്ന പേടി എനിക്കൊട്ടുമില്ലായിരുന്നു. മരണത്തിലും നാം ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ പ്രിയതമ്മയിൽ നിന്ന് ഒരു നല്ല ശിഷ്യയെ വാർത്തെടുക്കുക എന്ന അത്യപൂർവമായ ദിവ്യാത്ഭുതം കാട്ടാൻ ആ പുണ്യപുരുഷന് കഴിഞ്ഞു.